നമ്മുടെ നാട്ടിലിപ്പോൾ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, അതിനെപ്പറ്റിയുള്ള അവയർനെസ് കൂടി വരികയാണ്, അതിന്റെ പ്രോബ്ലംസ് കൂടി വരികയാണ്. അപ്പോൾ ശരീരത്തിന്റെ ഏത് ഭാഗത്തൊക്കെ തകരാറ് വന്നാലാണ് ഈ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ വരിക എന്ന് ചോദിച്ചാൽ, പല ഭാഗത്തുള്ള തകരാറ് പല കാരണങ്ങൾ കൊണ്ടുവരാം. ഉദാഹരണത്തിന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള തകരാറുണ്ടെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് വന്നിട്ട് വരാം. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ തകരാറ്, അഡ്രിനൽ ഗ്ലാൻഡിന്റെ തകരാറ്, പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റമിക് ഡിസീസസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയും. ഹൈ ബ്ലഡ് പ്രഷർ, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, അമിതവണ്ണം, അമിതമായിട്ടുള്ള പുകവലി അല്ലെങ്കിൽ മദ്യപാനം. ഇത് കൂടാതെ തന്നെ തലയ്ക്കകത്ത് വരുന്ന ചിലതരം ട്യൂമേഴ്സ് ഉണ്ട്, ക്രേനിയോഫാരിഞ്ചിയോമാസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുണ്ടെങ്കിലും ഇതുപോലെ വരാം. ഇത് കൂടാതെ ലിവറിൽ വരുന്ന ഡിസീസസ്, സിവിയർ ഹാർട്ട് ഫെയിലിയർ. ഇത് കൂടാതെ തന്നെ മാനസിക സംഘർഷം, സ്ട്രെസ്, ആൻസൈറ്റി, വറി, കുറ്റബോധം, ആകാംക്ഷ, ഉറക്കമില്ലായ്മ ആവശ്യത്തിന്. ഇത് കൂടാതെ തന്നെ ഈ സിവിയർ ഹെഡ് ഇഞ്ചുറി ഒക്കെ വന്നാൽ അതിന്റെ പോസ്റ്റ് ഹെഡ് ഇഞ്ചുറി സീക്വൽ ആയിട്ട് വരാം. നട്ടലില് സ്പൈനൽ കോഡിലെ ഡാമേജസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് കാരണമുള്ള ഡിസ്ഫങ്ഷൻ വരാം. അപ്പം ഈ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ തല മുതൽ കാല് വരെ പല ഓർഗൻസിലുള്ള തകരാറ് കൊണ്ടുവരാം, മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുവരാം. അപ്പൊ ഇതിന് എന്താ കാരണം എന്നുള്ളത് അറിയണമെങ്കിൽ ശരിക്കും ഇതുമായി കറക്റ്റ് ഡയഗ്നോസിസ്, കറക്റ്റ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് റെഫർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് അവർ ഗൈഡ് ചെയ്ത് ആ പ്രോപ്പർ ഗൈഡൻസിലൂടെ പോകുന്നതായിരിക്കും പലപ്പോഴും ക്യൂർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണിത് വിത്ത് പ്രോപ്പർ ഗൈഡൻസ്. താങ്ക് യു.